അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വഖഫ വസ്സലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫ അമ്മാ ബഅദ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹു നമ്മുടെ ഒരുമിച്ച് കൂടൽ കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിക്കാനുള്ള ഒരു സബബായി നാഥൻ നസീബാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരു വീഡിയോ കാണുന്നവർ എല്ലാവരും ഇത് കാണണം, വേറൊന്നുമില്ല. ഞാൻ ഇന്നലെ ഒരു മരണ വാർത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ സോഷ്യൽ മീഡിയയിലൊക്കെ കർണാടകയിൽ കഴിഞ്ഞ ദിവസം മംഗലാപുരത്ത് കൊളത്തമജൽ എന്ന് പറയുന്ന സ്ഥലത്തെ താമസിക്കുന്ന അബ്ദുറഹീം എന്ന് പറയുന്ന സഹോദരനെ RSSകാർ ക്രൂരമായി കൊലപ്പെടുത്തിയൊരു സംഭവത്തെ പറ്റിയിട്ട് ഞാൻ ഇന്നലെ എൻ്റെ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ട് ഒരുപാട് സംഘപരിവാറിൻ്റെ പ്രവർത്തകരായിരിക്കും അതിൻ്റെ അടിയിൽ വന്നിട്ട് ഭയങ്കര മോശപ്പെട്ട രീതിയിലൊക്കെ കമൻ്റ് ഇടുന്നുണ്ട്. അങ്ങനാക്കും ഇങ്ങനാക്കും, അല്ലെങ്കിൽ അങ്ങനെ അതിൻ്റെ കാരണം കൊണ്ടാണ് ഇങ്ങനെ നടന്നത്, അങ്ങനെയാണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പലരും കമൻ്റ് ചെയ്യുന്നുണ്ട്. കമൻ്റ് ചെയ്യുന്ന സഹോദരങ്ങളോട് പറയാം, ഇതൊക്കെ അത്യാവശ്യം കണ്ടിട്ടാണ് ഇവിടം വരെ എത്തിയത്. ഇതൊക്കെ അത്യാവശ്യം കണ്ടിട്ട് തന്നെയാണ് ഇവിടം വരെ എത്തിയത്. അള്ളാഹു മനസ്സിലാക്കാൻ അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ട്. എനിക്ക് രാഷ്ട്രീയമുണ്ട്, എന്നെ സ്നേഹിക്കുന്നവർക്ക് രാഷ്ട്രീയമുണ്ട്, ഇത് കാണുന്നവർക്ക് രാഷ്ട്രീയമുണ്ട്. പക്ഷേ അക്രമ രാഷ്ട്രീയം ഇവിടെ ഒരാളും എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ ആഗ്രഹിക്കണില്ല. ഇപ്പോൾ അബ്ദുറഹീം എന്ന് പറയുന്ന സഹോദരനെ കൊലപ്പെടുത്തിയതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത് നമുക്കറിയാം. കഴിഞ്ഞ ദിവസങ്ങളിലായി കർണാടകയിൽ നടന്നിട്ടുള്ള കൊലപാതകത്തിൻ്റെ ബാക്കിയുള്ള സൂചനകളാണെന്ന് ചോറ് തിന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയും. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അക്രമ രാഷ്ട്രീയം ഇവിടെ ഒരിക്കലും നല്ലതല്ല. അബ്ദുറഹീം എന്ന് പറയുന്ന സഹോദരന് 2 മക്കളാണുള്ളത്. ആ 2 മക്കളെ തനിച്ചാക്കിയിട്ട് പ്രിയപ്പെട്ട വാപ്പ യാത്രയായിരിക്കുകയാണ്. അബ്ദുറഹീം കൊളത്തമജൽ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ പള്ളിയിലെ 4 കൊല്ലമായിട്ടുള്ള സെക്രട്ടറിയാണ്. അവിടുത്തെ നാട്ടുകാർക്കൊക്കെ അൽഹംദുലില്ലാ ജനകീയനാണ്, എല്ലാവർക്കും അല്ലാത്ത സ്നേഹമാണ് അബ്ദുറഹീമിനോട്. ഒരു വീട് വെച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ വീടിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല, വാപ്പ കൊടുത്ത സ്ഥലത്ത് വീട് വെക്കുകയാണ്. മണലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നൊരു സഹോദരനാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്വന്തം കൂട്ടുകാരൻ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയതാണ്. RSSുമായി സംഘപരിവാറുമായി ബന്ധമുള്ള അതിൻ്റെ പ്രവർത്തകനായ, അതുമായി സഹകരിക്കുന്ന അബ്ദുറഹീം എന്ന് പറയുന്ന സഹോദരൻ്റെ ഒരു കൂട്ടുകാരൻ മുതലിറക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്തുകയും ഡ്രൈവറായിരിക്കുന്ന അബ്ദുറഹീമിനെ വിളിച്ചു വരുത്തുകയും ആ സഹോദരൻ ആ കൂട്ടുകാരൻ്റെ വീട്ടിലെത്തുകയും ആ സഹോദരൻ അവിടെ നിന്ന് മാറുകയും ആ സമയത്തൊരു 15ഓളം വരുന്ന ആളുകൾ വന്നിട്ട് വാളും മറ്റു ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അബ്ദുറഹീം എന്ന് പറയുന്ന സഹോദരനെ ക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുകയാണ്. അള്ളാഹു ഷഹീദിൻ്റെ പ്രതിഫലം കൊടുക്കുമാറാവട്ടെ, സ്വർഗം നൽകി ഗ്രഹിക്കുമാറാവട്ടെ. പലരും ആശുപത്രിയിൽ വെട്ടേറ്റുകൊണ്ട് അബ്ദുറഹീമിൻ്റെ കൂട്ടുകാർ കിടക്കുന്നുണ്ട്. അള്ളാഹു ശിഫ കൊടുക്കുമാറാവട്ടെ, അള്ളാഹു ആഫിയത്തും ദീർഘായുസ് നൽകി ഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറയാനുള്ളത്, രാവിലെ ജോലിക്ക് വേണ്ടി സ്വന്തം കൂട്ടുകാരൻ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയതാണ് അബ്ദുറഹീം. ഇപ്പോൾ പോലീസുകാർ തന്നെ പറയുന്നുണ്ട്, അബ്ദുറഹീം എന്ന് പറയുന്ന സഹോദരൻ യാതൊരുവിധ പ്രശ്നങ്ങൾക്കുള്ള ആളല്ല, അങ്ങനെ രാഷ്ട്രീയത്തിൽ ചേർന്ന ഒരു പ്രശ്നത്തിൽ നിൽക്കുന്ന ആളല്ല. എല്ലാവരും നെട്ടിയിരിക്കുകയാണ്, ഒന്നിനും ഇടപെടാത്ത ഒരാളെ വന്ന് കൊലപ്പെടുത്തിയിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ന്യൂനപക്ഷത്തിനെ കരിവാക്കുക, അവരുടെ ഉള്ളിൽ സങ്കടം വരുത്തുക, അങ്ങനെ വേദന വരുത്തുക. അതൊക്കെയാണ് ഈ RSSൻ്റെ സംഘപരിവാറിൻ്റെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത്. എൻ്റെ വീഡിയോ കേൾക്കുന്ന സഹോദര സഹോദരിമാരോട് പറയാനുള്ളത്, ഒരാളെയും കൊല്ലാൻ നിൽക്കരുത്, ഒരാളെയും ആക്രമിക്കാൻ നിൽക്കരുത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഭീകരതയുടെ മതമല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ മതമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സാഹോദര്യത്തിൻ്റെ മതമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സന്തോഷത്തിൻ്റെ മതമാണ്. ഇപ്പോൾ എൻ്റെ വീട്, ഞാൻ ആലപ്പുഴ ജില്ലക്കാരനാണ്, ആലപ്പുഴയാണ് താമസം. എൻ്റെ വീടിൻ്റെ 4 ഭാഗത്തുള്ളവരും ഹൈന്ദവ സഹോദരങ്ങളാണ്. ഓണം വരുമ്പോൾ ഇങ്ങോട്ടുണ്ട് ഭക്ഷണം തരും, അതുപോലെ തന്നെ പെരുന്നാൾ വരുമ്പോൾ എൻ്റെ ഉമ്മ ഇവിടെ അങ്ങോട്ടുണ്ട് ഭക്ഷണം കൊടുക്കും. അതൊക്കെ ഒരു സ്നേഹമാണ്. ഇവിടെ ഒരാളെയും ആക്രമിക്കാൻ പറയുന്നില്ല. മംഗലാപുരത്തും കർണാടകയിലൊക്കെ എത്രയോ സ്ഥലങ്ങളിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ആ പ്രസംഗം കേട്ട് എത്രയോ ഹൈന്ദവ സഹോദരങ്ങൾ അൽഹംദുലില്ലാ എന്നെ വിളിച്ചിട്ട് ഉസ്താദെ പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന എത്രയോ സഹോദരങ്ങളുണ്ട്, പല മതസ്ഥരുള്ളവർ. പക്ഷെ ചില വിഭാഗം ആളുകൾ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി മാത്രം ഈ രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോകുന്നവരുണ്ട്. അവരെ നമ്മൾ ഒറ്റപ്പെടുത്തണം, അവരെ നമ്മൾ മനസ്സിലാക്കി മുമ്പോട്ട് പോകണം. അബ്ദുറഹീം എന്ന് പറയുന്ന സഹോദരനെ ഈ RSSൻ്റെയും സംഘപരിവാറിൻ്റെയൊക്കെ പ്രവർത്തകനായ, അതുമായി ഒരു സഹവാസമുള്ള ഒരു കൂട്ടുകാരൻ, അബ്ദുറഹീമിൻ്റെ കൂട്ടുകാരൻ വിളിച്ചു വരുത്തിയിട്ട് കൊലയാളികൾക്ക് ഇട്ടുകൊടുക്കുകയും അങ്ങനെ നിഷ്ക്രൂരമായി കൊലപ്പെടുത്തിയതാണ്. നമ്മൾ മനസ്സിലാക്കണം, 2 മക്കൾ, ചെറിയ മക്കൾ, 1 വയസ്സും 3 വയസ്സുള്ള എന്തൊക്കെ മക്കളാണ്. ഭാര്യ തനിച്ചായി, ഭാര്യ വിധവയായി, ആ 2 മക്കൾക്ക് വാപ്പയില്ലാതായി, മാതാപിതാക്കൾക്ക് മകനില്ലാതായി, കൂട്ടുകാരില്ലാതെയായി, പ്രവർത്തകന്മാർക്ക് ഒരു സഹപ്രവർത്തകൻ നഷ്ടമായി. അങ്ങനെയൊക്കെയുള്ളൊരു ജീവിതമാണ്. അപ്പോൾ ഈ കമൻ്റിട്ട് പേടിപ്പിക്കുന്നവരോട് പറയാനുള്ളത്, ഈ കമൻ്റിട്ട് പരിഹസിക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങളൊക്കെ മനസ്സിലാക്കണം, ഇസ്ലാം എന്താണെന്ന് പഠിക്കണം. ഒരാളെയും ആക്രമിക്കാൻ ഇസ്ലാം പറയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അബ്ദുറഹീം എന്ന് പറയുന്ന സഹോദരൻ ഒരാളെയും ആക്രമിക്കാതെ, ഒരാളെയും വേദനിപ്പിക്കാതെ നല്ല രീതിയിൽ
ആ കുളത്ത് മജലിൻ്റെ മണ്ണിലൂടെ അൽഹംദുലില്ലാ ജീവിച്ചു പോയത്. അള്ളാഹു ആ പ്രിയപ്പെട്ട സഹോദരൻ്റെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ആ സഹോദരനെ കൊലപ്പെടുത്തിയ ആളുകളെ എത്രയും പെട്ടെന്ന് പിടിക്കാൻ നാഥൻ അവിടുത്തെ പോലീസുകാർക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിൻ്റെ ആളുകൾക്ക് അർഹമാകുന്ന ശിക്ഷ അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും ആ സഹോദരൻ്റെ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യണം. ആ സഹോദരന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കണം. എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണം. ഒന്നും കൂടി പറയാണ്, ഇസ്ലാം സ്നേഹത്തിൻ്റെ മതമാണ്, ഇസ്ലാം ആശ്വാസത്തിൻ്റെ മതമാണ്, ഇസ്ലാം പരസ്പരം സ്നേഹിക്കണം ബഹുമാനിക്കണം എന്ന് പറയുന്ന മതമാണ്. ഒരാളെ കൊല്ലാൻ ഇസ്ലാം പറയുന്നില്ല. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ സ്വന്തം വയറ് നിറച്ചാൽ അവൻ എന്നിൽ പെട്ടവനല്ല എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേത് മതത്തിലുള്ളവരാണെങ്കിലും മനുഷ്യരാണ് എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകുക. അപ്പോൾ രാഷ്ട്രീയം എല്ലാവർക്കും വേണം, രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ട്, ഇനി ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഈ രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിക്കുന്നവരോട് പറയുക, അസൂയയും വൈരാഗ്യമൊന്നും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാതെ, കൊല ചെയ്യാതെ നല്ല രീതിയിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തുക. നമ്മുടെ നാട്ടിൽ നല്ല പ്രവർത്തനങ്ങൾ കൊണ്ടുവരിക. അല്ലാതെ ആരെയും കൊന്നിട്ടല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത്. ഈ കർണാടകയിലൊക്കെ ഈ RSSൻ്റെ സംഘപരിവാറിൻ്റെയൊക്കെ പ്രവർത്തകരോട് പറയാനുള്ളത് അത് മാത്രമാണ്. നല്ല രീതിയിൽ മുമ്പോട്ട് പോവുക, നല്ല രീതിയിൽ സഹവസിക്കുക, ആളുകളെ സ്നേഹിക്കാൻ പഠിക്കുക. അത് മാത്രം ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.